മധ്യകേരളത്തിൽ ഇന്ന് പൊതുവെ മഴയുടെ ശക്തി കുറവാണ്. മിക്ക ജില്ലകളിലും പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചെങ്കിലും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പടിഞ്ഞാറൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ പക്ഷേ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, താരതമ്യേന മധ്യകേരളത്തിൽ മഴ കുറവാണ്, മാത്രമല്ല എന്നാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലുമാണ്. മാത്രമല്ല, എങ്ങനെയാണ് അവിടെ മുന്നറിയിപ്പ് അടക്കം തുടരുന്നത്? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? മുന്നറിയിപ്പ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? മധ്യകേരളത്തിലെ പ്രധാന ജില്ലകൾ 5 പ്രധാന ജില്ലകളിലും പൊതുവെ ഇന്ന് മഴ കുറവായിരുന്നു. എന്തായാലും ഇന്നലെ ഉണ്ടായ അത്ര ഭീകരമായ അന്തരീക്ഷം ഇന്ന് മഴ ഉണ്ടാക്കിയിട്ടില്ല. വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ തീരമേഖലകളിൽ കടലാക്രമണം നിലവിൽ തുടരുന്നുണ്ട്. ചെല്ലാനം പോലെയുള്ള മേഖലകളിലൊക്കെ വൈപ്പിൻ ചെല്ലാനം മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. കുട്ടനാട് മേഖലയിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ല തിരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ പൊതുവെ മഴ കുറവായിരുന്നു. കോതമംഗലം, പെരുമ്പാവൂർ ഉൾപ്പെടെ ജില്ലയുടെ പല കിഴക്കൻ മേഖലകളിലും ഒറ്റപ്പെട്ട മഴ ഇടയ്ക്കിടെ ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് നേരത്തെ അപകട നിലയ്ക്ക് മുകളിലായിരുന്നു. അതിപ്പോൾ താഴ്ന്ന് വാർണിംഗ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും മൂവാറ്റുപുഴയിൽ കോതമംഗലത്ത് ഉൾപ്പെടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ 4, കോതമംഗലത്ത് 2, കുന്നത്നാട് 1 ദുരിതാശ്വാസ ക്യാമ്പ് ആണുള്ളത്. 34 കുടുംബങ്ങളിലായി 102 പേർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെല്ലാനം, വൈപ്പിൻ മേഖലകളിൽ കടലാക്രമണം ഇപ്പോഴും രൂക്ഷമാണ്. കോതമംഗലം, മൂവാറ്റുപുഴ താലൂക്കുകളിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുൻകരുതൽ എന്ന നിലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇടുക്കി ജില്ലയിലേക്ക് നോക്കിയാൽ ഇടുക്കിയിൽ പകൽ മഴ പൊതുവെ കുറവായിരുന്നു എങ്കിൽ കൂടി വൈകുന്നേരം ഇടവിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. മഴക്കെടുതികളൊന്നും ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴുമുണ്ട്. കല്ലാർകുട്ടി, കല്ലാർ, പാമ്പ്ള, മലങ്കര ഡാമുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിടുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്ക് യാത്രാവിലക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. ടൂറിസം മേഖലകളിലേക്ക് വിനോദയാത്രക്കാർക്ക് പ്രവേശനമില്ല. രാത്രി യാത്രാ നിരോധനവും അത് മുന്നറിയിപ്പായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കുമളി പൂപ്പാറ സംസ്ഥാന പാതയിൽ മരം വീണിരുന്നു. അത് മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആണ് ഇടുക്കി ജില്ലയിലുള്ളത്. ഇനി ഇടുക്കി ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, മുൻകരുതൽ എന്ന നിലയിൽ തന്നെ. കോട്ടയത്തേക്ക് പോയാൽ കോട്ടയം ജില്ലയിൽ മഴ പൊതുവെ കുറവായിരുന്നു. ഉച്ചകഴിഞ്ഞ് ഒറ്റപ്പെട്ട മഴ പലയിടങ്ങളിൽ ലഭിച്ചു. ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പാലാ ടൗണിൽ നിന്ന് വെള്ളം പൂർണ്ണമായും ഇറങ്ങിയതായാണ് റിപ്പോർട്ട്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളായ ആർപ്പൂക്കര, ഐമനം, തിരുവാർപ്പ്, കുമരകം പഞ്ചായത്തുകളിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. മുൻകരുതൽ ഭാഗമായി നാളെ കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലേക്ക് പോയാൽ തൃശ്ശൂർ ജില്ലയിൽ പൊതുവെ മഴ കുറവായിരുന്നു. നഗരത്തിൽ കാര്യമായി മഴ പെയ്തില്ല. പക്ഷേ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. മലയോര മേഖലകളിലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. വൈകിട്ട് പലയിടത്തും മഴ ലഭിച്ചിരുന്നു. കോൾപ്പാടം മേഖലകൾ ഉൾപ്പെടെ അന്തിക്കാട് ഉൾപ്പെടെയുള്ള മേഖലകൾ, കോൾപ്പാടം പ്രദേശങ്ങളിലൊക്കെ പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. തീരമേഖലയിൽ കടലാക്രമണ ഭീഷണി തുടരുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. പക്ഷേ കുട്ടനാടൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ 15ഓളം ക്യാമ്പുകളിലായി 1000ഓളം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമായി തന്നെ ആലപ്പുഴയിൽ തുടരുകയാണ്. തകഴി, അമ്പലപ്പുഴ, തിരുവല്ല റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ട സ്ഥിതിയിലാണ്. ഇതാണ് ആലപ്പുഴയിലെ ഒരു പൊതുചിത്രം. ഇങ്ങനെയാണ്. മധ്യമേഖലയിൽ പൊതുവെ മഴ ശക്തി കുറവാണെങ്കിൽ കൂടി രാത്രി ഇടവിട്ട് മഴ പലയിടത്തും ഇപ്പോൾ സന്ധ്യയ്ക്ക് ശേഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. തീർച്ചയായും തിയോഫിൻ, എന്തായാലും മധ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. മഴയുടെ ശക്തിയിൽ അല്പം കുറവുണ്ട് എന്നതാണ് തിയോഫിൻ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ.